ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വോട്ട് കൊള്ള ആരോപണത്തിൽ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഏതാണ്ട് 10 പോയിന്റുകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ, പ്രസ് റിലീസിലുള്ളത്. അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള ഒരു പരോക്ഷ മറുപടി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് 3 മണിക്ക് ഡൽഹിയിൽ. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കെ എന്തിനാണ് ഇപ്പോഴൊരു വാർത്താക്കുറിപ്പ് എന്നതൊരു സ്വാഭാവിക സംശയമാണ്. അപ്പോൾ നാളത്തെ വാർത്താ സമ്മേളനം മറ്റെന്തെങ്കിലും വിഷയം ചൂണ്ടിക്കാട്ടാനായിരിക്കുമോ? വിജയകുമാർ, ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രധാനമായും നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടുകൊള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഉണ്ടാകും, വിശദീകരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. അതിനിടെയാണ് അസ്വാഭാവികമായി തന്നെ തലേന്ന്, നാളെ വാർത്താ സമ്മേളനം വൈകിട്ട് 3 മണിക്ക് നടക്കാനിരിക്കെ തലേന്ന് രാത്രി ഇത്തരത്തിലൊരു വാർത്താ കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് ഇറക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് പരോക്ഷമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുകയാണ്. എന്നാൽ അതിൽ ശ്രദ്ധേയമായ കാര്യം, രാഹുൽ ഉന്നയിച്ച ഈ വോട്ട് കൊള്ള എന്ന രാഹുൽ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചെങ്കിലും ഒരു വോട്ടർക്ക് ഒന്നിലധികം വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ആരോപണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്താൻ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉചിതമായ സമയവും അവസരവും നൽകിയിട്ടുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുമാണ് പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുന്നത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉചിതമായ സമയത്താണ് ഉന്നയിക്കേണ്ടിയിരുന്നത്. ശരിയായ സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 10 പോയിന്റുകളായാണ് ഈ വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായ പോയിന്റുകൾ എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉന്നയിച്ചിരുന്നെങ്കിൽ പിഴവുകൾ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പരോക്ഷമായി രാഹുലിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താക്കുറിപ്പിലൂടെ മറുപടി നൽകുകയാണ്. ഇതേ ശൈലി തന്നെയായിരിക്കും, ഇതേ നിലപാട് തന്നെയായിരിക്കും നാളത്തെ വാർത്താ സമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. വിജയകുമാർ, യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാളത്തെ വാർത്താ സമ്മേളനത്തിന്റെ ദിശ ഏത് വഴിക്കായിരിക്കും എന്നതിന്റെ സൂചന കൂടിയായിരിക്കാം ഈ വാർത്താക്കുറിപ്പ്. ഇതിനെ കേന്ദ്രീകരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യത. എന്തായാലും 10 പോയിന്റുള്ള 10 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോഴും നാളെ വളരെ വിശദമായി മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് ഇത്തരം ഒരു വാർത്താക്കുറിപ്പ് തലേന്നിറക്കിയത് എന്ന സംശയം ബാക്കിയാണ്. മറ്റെന്തെങ്കിലും വിഷയമാണോ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുക എന്ന് നമുക്കറിയില്ല. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ TN പ്രതാപന് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമാണ്. പരാതികൾ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ TN പ്രതാപനെ അറിയിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് അതിൽ TN പ്രതാപനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? പിഴവുകളൊന്നും പറ്റിയിട്ടില്ല, ഇനി എന്തെങ്കിലും പിഴവുകൾ പറ്റിയതായി തങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന നിലയിലാണ് ആ വിശദീകരണം എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും വിശദീകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. ഈ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് TN പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടി നൽകുന്നത്. പറയുന്ന കാര്യം, വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമാണ്, നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പരാതികൾ ഉണ്ടെങ്കിൽ, അതായത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം
ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആ മറുപടിയിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസിന് നൽകിയിട്ടുള്ള തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ TN പ്രതാപന്റെ മൊഴി തിങ്കളാഴ്ച എടുക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ആ നടപടിക്രമം പുരോഗമിക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി TN പ്രതാപന് നൽകിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, വീഴ്ച പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ TN പ്രതാപന് നൽകിയ മറുപടിയിൽ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം തൃശൂരിൽ വോട്ടർ പട്ടിക വിവാദം തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് MP ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. TN പ്രതാപന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ഈ വിഷയത്തിൽ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ TN പ്രതാപന് നോട്ടീസും നൽകിയിട്ടുണ്ട്. വീണ്ടും വിദ്വേഷ പരാമർശങ്ങളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ ഒരു MLA ഒഴികെ എല്ലാവരും കുരിശിന്റെ വഴിയെ പോകുന്നവരെന്നും മുസ്ലിം ലീഗ് വർഗീയ വിഷം തുപ്പുന്ന പാർട്ടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോട്ടയം രാമപുരത്ത് നടന്ന മീനച്ചിൽ കടുതുരുത്തി ശാഖാ നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചത്. ലീഗിനെ വിമർശിച്ചായിരുന്നു തുടക്കം. അവരുടെ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്, മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അവരാണ് മതേതരത്തിൽ നാഴിക്ക് നാലുവട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കബളിപ്പിച്ച് അവരുടെ താളത്തിൽ കൊണ്ടെത്തിയതിനു ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരിത്രം. പിന്നാലെ ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നെന്ന പരാമർശം. കോട്ടയത്ത് ഒരു MLA മാത്രമാണ് ഈഴവനായുള്ളതെന്നും ബാക്കിയുള്ളവർ കുരിശിന്റെ വഴിയെ പോകുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവൻ കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട, അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയേ. 24 കോട്ടയം. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നു. CPM നേതാക്കളുടെ ശ്രമം അപലപനീയമെന്നും സഭ. സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ പ്രതിബദ്ധതയില്ല. കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞതിനെ ചൂണ്ടിക്കാട്ടി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും സഭ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കുടുംബാംഗങ്ങളും ഡൽഹിയിലെ ചർച്ചയിൽ പങ്കെടുത്തു. കേസുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചതായി കന്യാസ്ത്രീകളുടെ കുടുംബം പിന്നീട് പ്രതികരിച്ചു. കന്യാസ്ത്രീകൾക്ക് താൽക്കാലിക ജയിൽ മോചനം ലഭിച്ചെങ്കിലും കേസ് ഭീഷണിയായി തുടരുന്നു. ഇത് റദ്ദാക്കാൻ ആവശ്യമായ സഹായം തേടിയാണ് കന്യാസ്ത്രീകളും കുടുംബാംഗങ്ങളും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഞങ്ങളുടെ ആശങ്ക രാജീവ്ജിയായിട്ട് ഞങ്ങൾ പങ്കുവച്ചു. കാരണം ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളും ഞങ്ങളുടെ ടെൻഷനും എല്ലാം അദ്ദേഹമായിട്ടൊന്ന് പങ്കുവച്ചു. അദ്ദേഹത്തിന് ഒന്ന് കാണണം, ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നന്ദി പറയണം. ജയിൽ മോചനം ഇത് തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. BJP കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന നേതാക്കൾ. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്. അതിന് മുമ്പോട്ടുള്ള ഓരോ നാൾ വഴിയിലും ഞങ്ങളൊപ്പം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. 24 ഡൽഹി. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ല എന്ന് പ്രതിപക്ഷം വിമർശിച്ചു. കവടിയാറിൽ ആഡംബര വീടുണ്ടാക്കി മലപ്പുറം SP ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ചു കടത്തി കേസൊതുക്കാൻ ഷാജൻസ്കറിയിൽ നിന്നും 2 കോടി വാങ്ങി സ്വർണ്ണക്കടത്തു കേസിൽ ഇടപെട്ട സാമ്പത്തിക ലാഭമുണ്ടാക്കി തുടങ്ങി 5 പരാതികളാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ നൽകിയത്. എന്നാൽ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഈ പരാതികളിലൊന്നും തെളിവില്ലെന്നും തെളിവ് നൽകാൻ PV അൻവറിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇല്ലാത്ത അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി. അധികാരത്തിന്റെ ദുർവിനിയോഗം
നടത്തി. അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട, ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത്. MR അജിത്കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുകയാണ്. ഇന്ന് മുഴുവൻ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മഴയെ സ്വാധീനിക്കുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഈ മാസം 19 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്ര നിരോധിച്ചു. ഗ്യാപ് റോഡിലെ വാഹന പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കക്കി ആനത്തോട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നു. കക്കട്ടാറിലും പമ്പയാറിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശബരിമല നട തുറക്കുന്നതിനാൽ തീർത്ഥാടകരും ജാഗ്രത പാലിക്കണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 24, തിരുവനന്തപുരം. കോഴിക്കോട്ട് അങ്കണവാടിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. പുതിയ പാലം ചുള്ളിയിൽ അങ്കണവാടിയുടെ മേൽക്കൂരയുടെ ഭാഗമാണ് അടർന്നു വീണത്. കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അങ്കണവാടിയിൽ കുഞ്ഞുങ്ങളും അധ്യാപികയും എത്തുന്നതിന് മുൻപാണ് ഈ സംഭവം. അധ്യാപിക എത്തി വാതിൽ തുറന്നപ്പോഴാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത് കണ്ടത്. അധ്യാപികയുടെ കസേരയിലും മേശപ്പുറത്തും കുട്ടികളിരിക്കുന്ന ഇടത്തുമെല്ലാം കോൺക്രീറ്റ് കഷ്ണങ്ങൾ. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പലതവണ കോർപ്പറേഷനിൽ പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയൊന്നും അധികൃതർ ഗൗരവത്തിലെടുത്തില്ല എന്നാണ് പരാതി. ഇതിനു മുന്നേ ഈ ഒരു പ്രോബ്ലം പറഞ്ഞതാണ്. അതിലേറെ ഇത് എന്ന് വെച്ചാൽ ഇതിൻ്റെ റിപ്പയറിന് മാത്രം 40 ലക്ഷം റുപ്യാണ് എഴുതി കൊടുത്തത്. അതിൻ്റെ വോയിസും അതിൻ്റെ ലെറ്ററൊക്കെ ഈ പ്രദേശത്ത് ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ കയ്യിലുണ്ട്. എന്തായാലും ഇത്രയും നേരം ഈ ഒരു സംഭവം നടന്നിട്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 11 കുട്ടികളാണ് ഈ അങ്കണവാടിയിലുള്ളത്. കുട്ടികളില്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. എത്രയും വേഗം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. 24, കോഴിക്കോട്. എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വൈകുന്നേരം 4 മണിയോടെയാണ് ചെറായി ബീച്ചിൽ ആനയുടെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. മലയാറ്റൂർ ഡിവിഷന് കീഴിൽ കുറച്ചു ദിവസങ്ങളായി ആനകൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. പൂയംകുട്ടി പുഴയ്ക്ക് സമീപമുള്ള ആനയാണ് ഒഴുക്കിൽപ്പെട്ട് ചെറായിലെത്തിയതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ദിവസങ്ങൾ പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലായിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. 24, കൊച്ചി. യാത്രക്കാരെ വലച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ 5 കിലോമീറ്ററാണ് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം അഴിയാക്കുരുക്കുണ്ടായത്. ഇന്ന് ഉച്ചയോടെയാണ് ഗതാഗത കുരുക്കിന് നേരിയ ശമനമുണ്ടായത്. കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30 തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം മണി 10 കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളത് 3 വയസ്സേ ഉള്ളൂ. കുട്ടികളിൽ നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 4 മുതൽ 6 മണിക്കൂർ ഇങ്ങനെ നടുറോഡിൽ കുടുങ്ങിയവർ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്ര. ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ലെന്ന് ലോറി ഡ്രൈവേഴ്സ് പറയുന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഭാഗത്തായിരുന്നു രാത്രി മുതൽ വൻ ഗതാഗത കുരുക്ക്. പ്രശ്നം ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണവുമാണ് സാഹചര്യങ്ങൾ വഷളാക്കിയത്.
ടോളുകളിൽ പണം പിഴിഞ്ഞെടുക്കാൻ കാട്ടുന്ന ആർജവത്തിന്റെ 10-1 മതി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ. പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ ഗുരുതരമാക്കി തീർക്കുമ്പോൾ പരാതിയുമായി പോകുന്ന സാധാരണക്കാരായ പൗരന്മാരാണ് പരിഹാസ്യരായിത്തീരുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ വൻ ഗതാഗത കുരുക്ക്. മണിക്കൂറുകളാണ് ആളുകൾ വാഹനത്തിൽ കുടുങ്ങിയത്. ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റേതുൾപ്പെടെ 3 ദിവസത്തെ അടുപ്പിച്ചുള്ള അവധി ആഘോഷത്തിന് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് വൻ ഗതാഗത കുരുക്കിന് കാരണം. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഗതാഗത കുരുക്കിൽ ആനച്ചാൽ, പള്ളിവാസൽ, മാട്ടുപ്പെട്ടി, വട്ടവട റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങി. കിലോമീറ്ററുകൾ ദൂരമാണ് വാഹനങ്ങളുടെ നീണ്ട നിര. ബസ് സർവീസുകൾ 4 മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. മൂന്നാർ ടൗണിലേക്കെത്തുന്ന വാഹനങ്ങളുടെ ഗതാഗത തടസ്സം കൂടാതെ പുറത്തേക്ക് പോകുന്നതിനുള്ള സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ശാശ്വത ഗതാഗത നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ള ആവശ്യം. 24 ഇടുക്കി. ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് തൃത്താല വെള്ളിയങ്കല്ല് പാർക്കിലെ മരം റോഡിലേക്ക് കടപുഴകി വീണു. വാഹനയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ട് ശ്രീജിത്ത്, വലിയ കാറ്റും മഴയുമായിരുന്നോ ആ മേഖലയിൽ പാലക്കാട്? പാലക്കാട് ജില്ലയിലാകെ വിജയകുമാർ ശക്തമായ മഴ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വെള്ളിയാങ്കല്ല് പാർക്കിലെ വൻ മരം തന്നെ റോഡിലേക്ക് കടപുഴകി വീണിട്ടുള്ളത്. എന്തായാലും നിരവധി യാത്രക്കാർ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അവർക്കാർക്കും ഒന്നും പറ്റിയില്ല എന്നത് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. എന്തായാലും കുറെ നേരം ഈ വാഹന ഗതാഗതം ആ മേഖലയിൽ തടസ്സപ്പെട്ടു. നീണ്ട ക്യൂ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ശക്തമായ മഴ പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല മേഖലകളിലൊക്കെ തന്നെ തുടരുകയാണ്. അത് ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു. നമ്മൾ ഈ വടക്കഞ്ചേരിയിൽ മുടപ്പല്ലൂരിൽ ഒരു പാലം മുങ്ങിയ വാർത്ത നൽകിയിരുന്നു. സമാനമായ രീതിയിൽ എല്ലാ ഡാമുകളിലേക്കടക്കം ശക്തമായ നീരൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നിലവിൽ നീരൊഴുക്ക് കൂടിയാൽ തുറക്കുമെന്ന നിലപാടിലാണ് ഇറിഗേഷൻ അധികൃതർ ഉള്ളത്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. ആർക്കും പരിക്കേൽക്കാതെ ഈ വെള്ളിയാങ്കല്ല് ഭാഗത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ ജില്ലയിൽ സമവായ ശ്രമത്തിന്റെ ഭാഗമായാണ് ചിറ്റയം ഗോപകുമാറിന് നറുക്കു വീണത്. പാർട്ടി നടപടി നേരിട്ട മുൻ ജില്ലാ സെക്രട്ടറി AP ജയൻ ജില്ലാ കൗൺസിലിൽ തിരികെ എത്തി. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ജയനെ ജില്ലാ ഘടകത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കടുത്ത വിഭാഗീയതകൾക്കിടെയാണ് പത്തനംതിട്ടയിൽ CPI ജില്ലാ സമ്മേളനം നടന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി പത്തനംതിട്ടക്കാരനായ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഒടുവിൽ സമവായ നീക്കങ്ങളുടെ ഭാഗമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് നറുക്കു വീണു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട ചിറ്റയം ഗോപകുമാർ ഈ ജില്ലയിലെ മുഴുവൻ സഖാക്കളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഈ നാടിന്റെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാജ്യത്ത് ഫാസിസം അവസാനിപ്പിക്കാനും മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കും. ഈ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന തിരിച്ചുവരവ് നടത്തിയത് മുമ്പ് സംഘടനാ നടപടി നേരിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തപ്പെട്ട AP ജയനാണ്. ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകൾ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം ജയനെ വീണ്ടും ജില്ലാ കൗൺസിലിൽ കൊണ്ടുവന്നത്. നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിയതിൽ വികാരാധീനനായി AP ജയൻ. തിരിച്ചെത്തിയതിൽ നിറഞ്ഞ സന്തോഷം. വളരെ ആകസ്മികമായിട്ടാണ് സംഘടനാ രംഗത്ത് നിന്ന് ഞാൻ പുറകോട്ട് പോകാനൊരു സാഹചര്യം വന്നത്. അതിൽ ഞാൻ മാനസികമായിട്ട് വളരെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അപ്പം ഇപ്പോൾ എൻ്റെ പാർട്ടി അത് മനസ്സിലാക്കി, സഹാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. സംസ്ഥാന കൗൺസിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 പത്തനംതിട്ട. സംഘർഷത്തെ തുടർന്ന് പിരിച്ചുവിട്ട CPM എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം CK മണിശങ്കറിനെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കഴിഞ്ഞ സമ്മേളന സമയത്ത് പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെയായിരുന്നു ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷം കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു പേട്ട ജംഗ്ഷനിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘട്ടനമുണ്ടായത്. ആ സംഭവം പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയിരുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റി നേരിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 6 പേരെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ്
തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ലോക്കൽ കമ്മിറ്റി ഇല്ലായിരുന്നു. ലോക്കൽ കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റി തന്നെ നേരിട്ടായിരുന്നു ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും ജില്ലാ കമ്മിറ്റി തന്നെ ഇടപെട്ടുകൊണ്ട് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം CK മണിശങ്കറായിരിക്കും പുതിയ ലോക്കൽ സെക്രട്ടറി. 11 പേരാണ് ലോക്കൽ കമ്മിറ്റിയിലുള്ളത്. ഈ സമ്മേളന കാലത്ത് ഈ പാർട്ടിക്ക് വലിയ വിമർശനം ജില്ലാ സമ്മേളനത്തിലടക്കം ഉയർന്നിരുന്നു. ആ സ്ഥാനത്ത് നിന്നും സെക്രട്ടറി അടക്കം നീക്കം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോയിരുന്നു. എന്തായാലും ഇപ്പോൾ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു പുതിയ മുഖം ജില്ലാ കമ്മിറ്റി തന്നെ ഇടപെട്ട് ഉണ്ടായിരിക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ചേർത്തു നിർത്തുമെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേത മേനോൻ. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരും. തനിക്കെതിരായ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അമ്മ അധ്യക്ഷ ശ്വേത മേനോൻ മനസ്സു തുറന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ചേർത്തു നിർത്തും. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേ കരിയർ, ഒരേ ഫീൽഡിലാണ്, കലീഗ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. ദേ ആർ മോസ്റ്റ് വെൽക്കം. ഇൻ കേസ് അവർക്ക് ഞാൻ അവിടെ പേഴ്സണലി അവരെ പോയിട്ട് വിളിക്കണമെങ്കിൽ ഐ വിൽ പേഴ്സണലി ഗോ. തന്റെ വിജയം വലിയ പോരാട്ടത്തിനൊടുവിലാണ്. തിരഞ്ഞെടുപ്പ് സമയത്തുയർന്ന പരാതി വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. കേസ് വിട്ടുകളയാൻ ഉദ്ദേശമില്ലെന്നും ശ്വേത മേനോൻ. ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കരുതുന്നില്ല. ഇത് ഞാൻ ശക്തമായിട്ട് ലീഗൽ വേ തന്നെ പോവും. ഇത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 24-നെയും നന്ദി പറയാണ്, എല്ലാ ന്യൂസ് ചാനൽസിനെയും നന്ദി പറയാണ്. സംഘടനയ്ക്കുള്ളിൽ വിഷയം ചർച്ചയാക്കാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും സജീവമാക്കി നിർത്തുന്നതായിരിക്കും അമ്മയുടെ ആദ്യ യോഗങ്ങൾ. 24 കൊച്ചി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. കൊച്ചി മട്ടാഞ്ചേരിയിൽ കെട്ടിടം തകർന്നു വീണു. ചുള്ളിക്കൽ ഭാഗത്ത് ഒരു പഴയ കെട്ടിടമാണ് തകർന്നത്. മട്ടാഞ്ചേരി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. YS അഭിനന്ദ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ, ഈ പഴയ കെട്ടിടത്തിൽ ആൾതാമസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് മറ്റു തരത്തിൽ ആരും അതിൽ അകപ്പെട്ടു എന്നൊരാശങ്ക വേണ്ട എന്നാണ് കരുതുന്നത്, അല്ലേ? വിജയകുമാർ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ചുള്ളിക്കൽ ഭാഗത്തെ പഴയ കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. തകർന്നു വീണ സമയത്ത് തൊട്ടടുത്ത വീടിന്റെ മതിലും തകർന്നിരുന്നു. അവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പരിക്ക് പറ്റേണ്ടതായിരുന്നു. പക്ഷെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. കൗൺസിലറും ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. എന്തായാലും മറ്റ് ആളപായമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കെട്ടിടം പൂർണ്ണമായും തകർന്ന് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് കൗൺസിലറും പറയുന്നുണ്ട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയപ്പോൾ എന്തായാലും അവിടെ മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മട്ടാഞ്ചേരി പോലീസും ഫയർഫോഴ്സും അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന നടത്തുകയാണ്. അവിടെ ഒരു പഴയ കെട്ടിടമാണ് മട്ടാഞ്ചേരിയിൽ തകർന്നു വീണത്. ചുള്ളിക്കൽ ഭാഗത്താണ് ഈ കെട്ടിടം. വലിയ മഴയും കാറ്റും ഇന്ന് വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 2 പേർ ഷോക്കേറ്റ് മരിച്ചു. മുറ്റം അടിച്ചു വാരുന്നതിനിടെയാണ് കോഴിക്കോട് വടകര സ്വദേശി ഉഷയ്ക്ക് ഷോക്കേറ്റത്. തിരുവനന്തപുരത്ത് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരൻ രാഹുൽ വിജയനും ഷോക്കേറ്റ് മരിച്ചു. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് വടകര തോടന്നൂർ സ്വദേശി ഉഷ മരിച്ചത്. കനത്ത മഴയ്ക്കിടെ വീടിന് സമീപത്തെ മരം വീണ് ലൈൻ പൊട്ടി വീഴുകയായിരുന്നു. ഇതറിയാതെ രാവിലെ മുറ്റം അടിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒരു വലിയ മരം വീണിട്ട് ഇലക്ട്രിക് കമ്പി പൊട്ടുകയും അത് മുറ്റത്ത് വീണത് കിടക്കുകയുണ്ടായിരുന്നു. മുറ്റടിക്കാൻ രൂപത്തിൽ ഇറങ്ങിയപ്പോൾ ഈ കമ്പിയിൽ തൊടുകയും ഷോക്കേൽക്കുകയും ഉണ്ടായത്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് തിരുവനന്തപുരം ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരൻ നെയ്യാറ്റിങ്കര സ്വദേശി രാഹുൽ വിജയന് ദാരുണാന്ത്യമുണ്ടായത്. വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റതെന്ന് സൂചന. അബോധാവസ്ഥയിൽ കിടന്ന രാഹുലിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. എറണാകുളം കാലടിയിൽ KSRTC ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. കാലടി ജംഗ്ഷനിലായിരുന്നു അപകടം. തിരുവനന്തപുരം ആര്യനാട് നെടുമങ്ങാട് റോഡിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു.
പനക്കോട് സ്വദേശി സത്യനേശനാണ് മരിച്ചത്. കോട്ടയം പാമ്പാടി കുറ്റിക്കലിൽ കാർ സ്കൂൾ മതിലിൽ ഇടിച്ച് 3 വയസ്സുകാരനു ദാരുണാന്ത്യം. മല്ലപ്പള്ളി സ്വദേശി കെവിത്താണ് മരിച്ചത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കക്കി ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പ സ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈയിൽ ഉറിയടി മത്സരമായ ദഹിഹണ്ടിയിൽ പുതിയ റെക്കോർഡ്. 10 ആൾ പൊക്കത്തിൽ മനുഷ്യ പിരമിഡ് തീർത്തു. താനയിലാണ് റെക്കോർഡ് പിരമിഡ് തീർത്തത്. ആ ദൃശ്യങ്ങൾ കാണാം. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നവംബറിൽ കേരളത്തിൽ എത്തുമെന്നാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അർജന്റീനൻ ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ വരും. അവർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞല്ലേ. അത് അവർ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന നവംബറാണ്. ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവും. അപ്പോൾ നവംബറിൽ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ അറിയിച്ചുള്ളത്, ഗവൺമെൻറ് അറിയിച്ചുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നോക്കാം കാലാവസ്ഥ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.